ഗാന്ധിയോട് വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നു എന്നുള്ളതാണ് ശ്രീ ശങ്കരൻ നായരെ BJPയും RSSും കൊണ്ടാടാൻ കാരണം. അല്ലാതെ അദ്ദേഹത്തിന് വേറെ ഏതെങ്കിലും തരത്തിൽ RSSന്റെ കമ്മ്യൂണൽ നിലപാടുകൾ പിന്തുണയ്ക്കുകയോ അദ്ദേഹം ഒരിക്കലും സമൂഹത്തിൽ വർഗീയ ധ്രുവീകരണം ഉണ്ടാകുന്ന ഒരു പ്രസ്താവന പോലും നടത്തിയിട്ടില്ല. അദ്ദേഹം ബ്രിട്ടീഷുകാരോട് മാപ്പ് പറഞ്ഞിട്ടില്ല. അദ്ദേഹം ഇന്ത്യൻ നാഷണലിസത്തെ കോൺഗ്രസ് എങ്ങനെയാണോ നാഷണലിസത്തെ ഡിഫൈൻ ചെയ്തിരുന്നത് അതേ നാഷണലിസ്റ്റിക് ഔട്ട്ലുക്കാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത്. അല്ലാതെ സവർക്കറുടെയോ ഹെഡ്ഗേവാറിൻ്റെയോ ഗോൾവാർക്കറുടെയോ നാഷണലിസ്റ്റ് വീക്ഷണമായിരുന്നില്ല ശ്രീ ശങ്കരൻ നായർക്കുണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അദ്ദേഹം ജനാധിപത്യപരമായാണ് രേഖപ്പെടുത്തിയത്. അദ്ദേഹം മരിക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ വീക്ഷണം എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ ദേശീയ വീക്ഷണം തന്നെയായിരുന്നു. അതിൽ BJPക്ക് അതിന് അപ്രോപ്രിയേറ്റ് ചെയ്യാൻ കുറച്ച് പാടുപെടേണ്ടി വരും. ഇതിലിപ്പോൾ ഞാൻ കാണുന്ന ഒരേ ഒരു കാരണം, ശ്രീ ശങ്കരൻ നായരെ BJP അപ്രോപ്രിയേറ്റ് ചെയ്യാനുള്ള കാരണം അദ്ദേഹം ഗാന്ധിക്കെതിരായിരുന്നു, ഗാന്ധിയൻ രീതിക്കെതിരായിരുന്നു എന്നുള്ളത് മാത്രമാണ്. വേറെ ഒന്നുമില്ല. ഒരു മാപ്പ് പോലും ശങ്കരൻ നായരുടെ ഡിക്ഷണറിയിൽ അവർക്ക് കണ്ടെത്താൻ കഴിയില്ല. അതിൽ ഗാന്ധിക്കെതിരായ സന്ദർഭത്തിൽ തന്നെ അദ്ദേഹം അജിംസ് പറഞ്ഞ പോലെ പുസ്തകം എഴുതുകയാണ് ചെയ്തത്, അല്ലാതെ ഗാന്ധിയെ കൊല്ലുകയല്ല ചെയ്തത്. നമ്മൾ കാണും.